നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കഴിഞ്ഞ 5 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വണ്ടൻമേടിന് സമീപം ഏലത്തോട്ടത്തിൽ ജോലിക്കിടെ മരക്കൊമ്പൊടിഞ്ഞു വീണ് തൊഴിലാളി സ്ത്രീ മരിച്ചു. കട്ടപ്പന പവിത്ര ഗോൾഡ് പാർട്ട്ണർ സ്ഥാപനത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങി മരിച്ചത് സണ്ണി ഫ്രാൻസിസ് പുളിക്കൽ. അപകടം ലിഫ്റ്റിന്റെ പരിശോധന നടത്തുന്നതിനിടെ. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലായത് കൈനോട്ടക്കാരനായ ശശികുമാർ. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. വണ്ടിപ്പെരിയാർ തങ്കമല പുതുവലിൽ കാട്ടാന ആക്രമണത്തിൽ ഏക്കർ കണക്കിന് ഏലം കൃഷിയും 1 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സോളാർ ഫെൻസിംഗും തകർന്നു. ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കാട്ടാന എത്തിയതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. കാട്ടാനാക്രമണത്തിൽ പൊറുതിമുട്ടി ഉപ്പുതറ കാക്കത്തോട് നിവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ 5 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ജില്ലയിലെ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 23 വീടുകൾ കനത്ത മഴയിൽ തകർന്നതായാണ് കണക്കുകൾ. ദേവികുളം താലൂക്കിൽ 2 വീടുകൾ പൂർണ്ണമായും 13 വീടുകൾ ഭാഗികമായും തകർന്നു. പീരിമേട്ടിൽ 5 വീടുകളും ഉടുമ്പൻചോലയിൽ 3 വീടുകളും ഭാഗികമായും തകർന്നു. കൂടാതെ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. രാജാക്കാട്ടിൽ ശക്തമായ കാറ്റിൽ 300ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. കൂടാതെ ജില്ലയുടെ വിവിധ മേഖലകളിൽ വ്യാപക കൃഷിനാശം ഉണ്ടായി. കൂടാതെ ശക്തമായ മഴ തുടരുന്നതിനാൽ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. മണിയാറൻകുടി സെലിംഗ് ചാൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ക്യാമ്പിൽ 11 കുടുംബങ്ങളിലെ 33 അംഗങ്ങളുണ്ട്. ഇതിൽ 10 പുരുഷന്മാരും 18 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടുന്നു. കഞ്ഞിക്കുഴി കീരിത്തോട് നിത്യസഹായ മാതാ പാരിഷ് ഹാളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 2 കുടുംബങ്ങളിലെ 7 അംഗങ്ങളാണുള്ളത്. കൂടാതെ നേരത്തെ മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പുതുതായി 3 പേർ കൂടി എത്തി. ഇവിടെ ആകെ 25 പേരാണ് ഉള്ളത്. 49.56 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ പെയ്തത്. ഇടുക്കി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല. 2335.4 അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൽ 121.6 അടിയാണ് ജലനിരപ്പ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിലെ അണക്കെട്ടുകളായ മലങ്കര, പാമ്പള, കല്ലാർകുട്ടി എന്നീ ഡാമുകൾ തുറന്ന ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. വണ്ടൻമേടിന് സമീപം ഏലത്തോട്ടത്തിൽ ജോലിക്കിടെ മരക്കൊമ്പൊടിഞ്ഞു വീണ തൊഴിലാളി സ്ത്രീ മരിച്ചു. അണക്കര കടശിക്കടവിൽ താമസക്കാരിയായ എലിസബത്ത് എന്ന് വിളിക്കുന്ന പാപ്പ ആണ് മരിച്ചത്. വണ്ടൻമേട് വാഴവീടിന് സമീപം സ്വകാര്യ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാറ്റത്ത് മരച്ചില്ല ഒടിഞ്ഞ് ഇവർ നിന്നിരുന്ന ഭാഗത്തേക്ക് വീണത്. എലിസബത്തിന്റെ കാലിലാണ് മരക്കൊമ്പ് വീണത്. ഇതേ തുടർന്ന് ഇവർ ബോധരഹിതയായി വീഴുകയായിരുന്നു. ഉടൻ തന്നെ അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തമിഴ്നാട് ഉത്തമപാളയം സ്വദേശിയായ എലിസബത്ത് കടശിക്കടവിൽ വാടകയ്ക്ക് താമസിച്ച ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഭർത്താവ് ഗണേശൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ്. പോലീസ് നടപടികൾക്ക് ശേഷം വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കട്ടപ്പന പവിത്ര ഗോൾഡ് പാർട്ട്ണർ സ്ഥാപനത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങി മരിച്ചു. ഉടമ സണ്ണി ഫ്രാൻസിസ് പുളിക്കലാണ് മരിച്ചത്. ലിഫ്റ്റിന്റെ പരിശോധന നടത്തുന്ന വേളയിലാണ് അപകടമുണ്ടായത്. സ്ഥാപനത്തിലെ ലിഫ്റ്റിന്റെ പരിശോധന നടത്തുന്ന വേളയിലാണ് അപകടമുണ്ടായത്. സണ്ണി ലിഫ്റ്റിനുള്ളിൽ കയറിയ ശേഷം ലിഫ്റ്റിന് തകരാർ സംഭവിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. ഏറ്റവും മുകളിലെ നിലയിൽ ഇടിച്ചാണ് ലിഫ്റ്റ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ സണ്ണിയുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റതായാണ് വിവരം. തുടർന്ന് ലിഫ്റ്റ് ജാമാവുകയും ചെയ്തു. സണ്ണി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയതോടെ ജീവനക്കാർ ശ്രമിച്ചിട്ടും ലിഫ്റ്റ് തുറക്കാനായില്ല. പിന്നീട് കട്ടപ്പനയിൽ നിന്നും അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് ലിഫ്റ്റ് പൊളിച്ച് സണ്ണിയെ പുറത്തെടുത്തത്. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ആരോഗ്യനില വഷളായതോടെ മരണം സംഭവിക്കുകയായിരുന്നു. കട്ടപ്പന പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു.
കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈനോട്ടക്കാരനായ ശശികുമാറാണ് കസ്റ്റഡിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കും. ഇടപ്പള്ളിയിൽ നിന്ന് 13-കാരനെ കഴിഞ്ഞ ദിവസമാണ് കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്. കുട്ടി കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൊടുപുഴയിലെത്തിയപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ കൈനോട്ടക്കാരൻ ശശികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കും. പോക്സോയിലെ 7, 8 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുക. കുട്ടി തൊടുപുഴയിൽ ഇറങ്ങിയത് മുതൽ ഇയാൾ കസ്റ്റഡിയിൽ വെച്ചെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇതിനുശേഷം കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. കുട്ടിയുടെ മുഖത്ത് ഇതിന്റെ പാടുണ്ടെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ കൊച്ചി എളമക്കര പോലീസിന് കൈമാറുമെന്ന് തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. ഈ കുട്ടി ഇവിടുത്തെ ഒരു യൂട്യൂബ് ഇതിനകത്ത് ഈ തൊടുപുഴയെ പറ്റിയൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പോരുന്നതാണ്. ഇവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ആള് ശിവകുമാർ എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ കുട്ടിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇയാളെ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ആൾക്ക് മുമ്പ് കേസിലെ പ്രതിയൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത്. ഈ ശിവകുമാർ എന്ന് പറയുന്നത് ഇവിടെ ശശികുമാർ അയാൾക്ക് മുൻ കേസുകളുണ്ട്. നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാള് ഇവിടെ കൈനോട്ടം മറ്റുമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകളൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പം കക്ഷിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കുട്ടി ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷന് എളമക്കര പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്വീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് കുട്ടിയുടെ ബന്ധുക്കൾ മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു. തുടർന്നാണ് കുട്ടി തൊടുപുഴയിൽ ഉണ്ടെന്ന വിവരം കിട്ടിയത്. തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ കൈനോട്ടക്കാരനാണ് കുട്ടിയുടെ വിവരം വിളിച്ചു പറഞ്ഞതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. 1 മണി വരെയായി കാണാത്തത് കാരണം ഒരു 2 മണിയായപ്പോൾ ഞാൻ സ്കൂളിൽ വിളിക്കുമ്പോഴാണ് ഇവൻ സ്കൂളിൽ നിന്ന് നേരത്തെ 10 മണിക്ക് മുമ്പ് തന്നെ പോയെന്നുള്ള വിവരം അറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു വേഗം സ്കൂളിൽ വന്ന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ഏത് ടീച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ടീച്ചറിനെ കൊണ്ട് ഞങ്ങൾ എളമക്കര സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി. ഇന്നലെ CCTVകളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരു ആളുണ്ട്. അയാൾ ഇന്ന് രാവിലെ കുറച്ച് ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനിത് ഇങ്ങനെ ഉള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെ കഴിഞ്ഞ ദിവസം രാവിലെ മുതലാണ് കാണാതായത്. ഉച്ചയായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ എളമക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നത്. കുട്ടി മൂവാറ്റുപുഴ സൈഡിലേക്കുള്ള ബസ്സിൽ കയറിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് രാവിലെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. വണ്ടിപ്പെരിയാർ തങ്കമല പുതുവലിയിൽ കാട്ടാന ആക്രമണത്തിൽ ഏക്കർ കണക്കിന് ഏലം കൃഷിയും 1 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സോളാർ ഫെൻസിംഗും തകർന്നു. ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കാട്ടാന എത്തിയതോടെ ഭീതിയിലാണ് തങ്ങളെന്ന് പ്രദേശവാസികൾ പറയുന്നു. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുതുവലിൽ കാട്ടാന ആക്രമണം തുടർക്കഥയാകുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തങ്കമല പുതുവൽ ഭാഗത്തെത്തിയ കാട്ടാന പ്രദേശവാസിയായ ഉത്തമി മാടസ്വാമിയുടെ 1 ഏക്കർ ഏലം കൃഷി നശിപ്പിച്ചു. ഇതോടൊപ്പം 1 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സോളാർ ഫെൻസിംഗ് വേലിയും തകർത്തു. ഏലത്തിനൊപ്പം തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷിദേഹണ്ടങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. വീടിനടുത്ത് വരെ കാട്ടാന എത്തിയതിനാൽ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഉത്തമി പറയുന്നു. 2 மணி வரை நான் முடிச்சிருந்தேன். பக்கம் கட்சியிலெல்லாம் வந்து லைட் எடுத்து தான் அடிச்சு பார்த்தேன். ஒன்றும் தெரியல. பிறகு ஒரு அசால்ட்டாக இருந்தால் நம்ம அது ஏற்றி கொடுக்கறதுனால வந்திருக்காங்க. ஊர் பக்கத்துலையா ஆட்டி உடக்கம் சொன்னது ஒரு சொக்க முடிஞ்சு நான் என்ன ஒட்டை வைக்கும்போது எனக்கு என்ன அப்படின்னு ஜன்னலில் ஊடி லைட் எடுத்து போட்டு கிட்டீங்களா 1 மணி கதவு திறந்து பார்த்தேன். திருப்பி ஒரு 2:30க்கு கதவு திறந்து பார்த்தேன். என்ன தெரியும், கரண்ட் இல்லை. മേഖലയിൽ 100-ലേറെ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഈ മേഖലയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചെങ്കിലും ഇത് പൂർത്തിയാക്കാത്തതാണ് വീണ്ടും കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ എത്തുന്നതിന് കാരണമെന്ന് ജയകുമാർ പറഞ്ഞു. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ ഉത്തമിയും കുടുംബവും വീണ്ടും കാട്ടാന എത്തുമോ എന്ന ആശങ്കയിലാണ്.
കാട്ടാനാക്രമണത്തിൽ പൊറുതിമുട്ടി ഉപ്പുതറ കാക്കത്തോട് നിവാസികൾ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. എന്നാൽ വന്യമൃഗശല്യം തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മേഖലയിൽ കാട്ടാനാക്രമണം രൂക്ഷമാണ്. കാക്കത്തോടിന്റെ വിവിധ മേഖലകളിൽ നിലയുറപ്പിച്ച കാട്ടാനകൾ രാത്രിയാകുന്നുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നു. 100 വർഷത്തിലധികമായി മേഖലയിൽ കുടിയേറി പാർക്കുന്ന പ്രദേശവാസികൾ ആദ്യമായാണ് വന്യജീവി ആക്രമണം നേരിടേണ്ടി വരുന്നത്. കാട്ടാനയുടെ ആക്രമണം തടയുന്നതിനു വേണ്ടി ഫെൻസിംഗ് വൈദ്യുതി വേലികൾ സ്ഥാപിച്ചു തുടങ്ങിയെങ്കിലും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. ഫലപ്രദമായ നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഫെൻസിങ്, അതായത് അമ്പലക്കടവ് മുതൽ മാക്കപ്പതാല് വരെ ആദ്യ 2 കിലോമീറ്ററും അതിനുശേഷം മാക്കപ്പതാല് തൊട്ട് മുത്തമ്പടി വരെയും ഫെൻസിങ് കിട്ടിയുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാക്കപ്പതാല് മുതൽ അമ്പലക്കട വരെയുള്ള ആദ്യ 2 കിലോമീറ്ററിൻ്റെ പണികൾ പൂർത്തീകരിച്ചു. അവിടെ കണക്ഷൻ ഇന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇതുവരെ ബാറ്ററി വന്നിട്ടില്ല. കോൺട്രാക്ടർ ആരാന്ന് ആർക്കും അറിയത്തില്ല. ഒരു വർക്ക് സൂപ്പറുണ്ട്, അയാളോട് ബന്ധപ്പെട്ടപ്പോൾ അയാൾ കോൺട്രാക്ടർ നമ്പർ തരാൻ പോലും തയ്യാറാകുന്നില്ല. കാരണം സാറ് വഴക്ക് പറയുന്നതാണ് പറയുന്നത്. ഇവിടുത്തെ നൂറുകണക്കിന് ആളുകൾ 100 വർഷത്തിലധികമായി തലമുറകളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിലെ കൃഷികൾ നശിപ്പിക്കുമ്പോൾ ഈ കോൺട്രാക്റ്റ് പിടിച്ച ആൾ വെറും നിസ്സംഗ സമീപനമാണ് നടത്തുന്നത്. അതായത് ആദ്യത്തെ ഘട്ടത്തെ പണി പൂർത്തീകരിച്ചാൽ പോലും രണ്ടാമത്തെ ഘട്ടമായ 6 കിലോമീറ്ററിലെ പണികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആളുകൾ എന്നും കാട്ടാന ഭീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതോടൊപ്പം പാലക്കാവ്, കോതപാറ, മുത്തമ്പടി തുടങ്ങി കാട്ടാന ആക്രമണം രൂക്ഷമായ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അടിയന്തരമായി സോളാർ ഫെൻസിംഗ്, വൈദ്യുതി വേലികളുടെ പണികൾ പൂർത്തിയാക്കി മേഖലയിൽ വന്യജീവി ആക്രമണം തടയുന്നതിനു വേണ്ടിയുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ ആളുകളുടെ ആവശ്യം. മഴ കനത്തതോടെ ദേശീയപാത 85-ൽ മരം വീഴ്ചയും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷം. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത്. മണ്ണ് നീക്കിയ ഭാഗത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി വീടുകളുണ്ട്. നേര്യമംഗലം വനമേഖലയിലടക്കം നിലം പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ്. ഇത്തവണ മഴ കനത്ത ശേഷം ഏറ്റവും അധികം മരങ്ങൾ നിലം പതിച്ചതും മണ്ണിടിച്ചിൽ ഉണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം. മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം. കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയിടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി നാട്ടുകാർ പറയുന്നു. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്പനിയും അതിൻ്റെ ഉദ്യോഗസ്ഥരുമെല്ലാം ഈ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകൂട്ടി തന്നെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിരുന്നു. എന്നാൽ കാലവർഷ ശക്തിയായി ഇപ്പോൾ അശാസ്ത്രീയമായുള്ള മണ്ണെടുക്കൽ മൂലം കട്ടിങ്ങുകളെല്ലാം ഇടിയാൻ പാകത്തിന് ആളുകൾ വലിയ ഭീതിയിലാണ്. അതുകൊണ്ട് അടിയന്തരമായി അത് പരിഹരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കണം. മാത്രമല്ല, ഒരു മേഖലയും ഇതിൻ്റെ പണി തീർക്കുന്നില്ല. ഏതെങ്കിലും മേഖലയിൽ പണി തുടങ്ങിയാൽ 2 ദിവസം അവിടെ പണിയുന്നു, വീണ്ടും അവിടെ ഇട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു മേഖലയും പൂർണ്ണമായി പണി തീർത്ത് പണി തുടങ്ങുന്ന സ്ഥലം തീർത്തു പോകുന്നുള്ള സമീപനം സ്വീകരിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ മേഖലകളിൽ പോകുന്നു, മണ്ണിടിക്കുന്നു, കെട്ടുന്നു, അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും പോകുന്ന ആ സ്ഥിതിയാണ്. അപ്പോൾ ഈ ദേശീയപാത പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ നിർമ്മാണം നടക്കുന്നിടത്തെല്ലാം അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രധാനപ്പെട്ട കാരണം വലിയ പൊക്കമുള്ള കട്ടിങ്ങുകളിൽ യാതൊരു ചെരിച്ചൊക്കെ മണ്ണെടുക്കാതെ വലിയ അള്ളച്ചു മണ്ണെടുത്ത് വലിയ അപകടകരമായിട്ടാണ് ഈ മണ്ണെടുക്കൽ നടക്കുന്നത്. നേര്യമംഗലം വനമേഖലയിൽ മണ്ണ് നീക്കിയ നിരവധി ഇടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. മൂന്നാർ വരെ ഇതാണ് അവസ്ഥ. മണ്ണ് നീക്കിയ പലയിടങ്ങളിലും ഭീമാകാരമായ തിട്ട രൂപം കൊണ്ടു. അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ്. ഇടിച്ചിൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറി. മണ്ണിട്ട് നികത്തി ഓടകളും കലുങ്കുകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിരന്നൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. മണ്ണ് നീക്കിയിടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാകാൻ വൈകുന്നത് മൂലം ദേശീയപാത തന്നെ ചിലയിടങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി നേരിടുന്നു. ഇതുമൂലം കല്ലാറിനും 2-ാം മൈലിനും ഇടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വാഹനയാത്രികർ ദേശീയപാത 85-ലൂടെ കടന്നുപോകുന്നത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് വീട് തകർന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ചുരുളി മരുതുപാറത്തണ്ട് വട്ടപ്പറമ്പിൽ ശാന്ത പ്രഭാകരന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. മരം വീണതിനെ തുടർന്ന് വീടിനുള്ളിൽ കുടുങ്ങിയവരെ അയൽവാസികൾ എത്തിയാണ് പുറത്തെത്തിച്ചത്.
വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും തകർന്നു. ശാന്തിയെയും മക്കളെയും അയൽവാസിയുടെ വീട്ടിലേക്ക് നിലവിൽ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. അടിയന്തരമായി നഷ്ടപരിഹാരം ലഭ്യമാക്കി വീട് പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നിർധന കുടുംബത്തിന്റെ ആവശ്യം. മഴ ശക്തി പ്രാപിച്ചതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ഉയർന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പൊന്മുടി അടക്കമുള്ള ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. അണക്കെട്ടുകളുടെ എല്ലാം വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പെയ്തത് ശക്തമായ മഴയാണ്. തോടുകളിലും പുഴകളിലും ഒഴുക്ക് വർദ്ധിച്ചു. വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി. മാർച്ച് മാസം മുതൽ വേനൽ മഴ ലഭിച്ചതിനാൽ അണക്കെട്ടുകളുടെ സംഭരണശേഷിയെ ഇത്തവണ വേനൽ വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണിപ്പോൾ മെയ് മാസം അവസാന വാരത്തിൽ തന്നെ ശക്തമായ മഴ ലഭിച്ച അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളത്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും തീരങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്നു. വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. ഈ മേഖലകളിലെ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി, മാട്ടുപ്പെട്ടി, പാമ്പള അടക്കമുള്ള ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നാൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ഇനിയും വർദ്ധിക്കും. നെടുങ്കണ്ടം തൂക്കുപാലത്ത് മരം വീണ് വീട് തകർന്നു. തൂക്കുപാലം വെസ്റ്റുപാറ സ്വദേശി ചക്കുകുഴിയിൽ രവീന്ദ്രന്റെ വീടാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് സമീപം നിന്നിരുന്ന കൂറ്റൻ ഈട്ടിമരം കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ കടപുഴകി വീഴുകയായിരുന്നു. ഉണങ്ങി നിന്നിരുന്ന ഈട്ടി വെട്ടിമാറ്റാൻ കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് അനുമതി നൽകിയത്. കനത്ത മഴ പെയ്തതിനാൽ ജോലിക്കാരെ ലഭ്യമാകാതെ വന്നതോടെ മരം മുറിക്കാൻ സാധിച്ചിരുന്നില്ല. കാലവർഷ മഴയിൽ ഹൈറേഞ്ചിൽ വ്യാപക കൃഷിനാശം. ശക്തമായ കാറ്റിൽ 300ഓളം വാഴകൾ ഒടിഞ്ഞു നശിച്ചു. രാജാക്കാട് കള്ളിമാലി കക്കുഴിയിൽ ബേബിയുടെ വാഴകളാണ് നശിച്ചത്. സ്വർണം പണയം വെച്ചും ബാങ്ക് വായ്പയെടുത്തും നടത്തിയ കൃഷിയാണ് കാലവർഷം കവർന്നെടുത്തത്. കലിതുള്ളി പെയ്യുന്ന കാലവർഷം കർഷക സ്വപ്നങ്ങളും കവർന്നെടുക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് കുടിയേറ്റ കർഷകനായ കള്ളിമാലി സ്വദേശി കക്കുഴിയിൽ ബേബി ഇത്തവണ ഏത്തവാഴ കൃഷി നടത്തിയത്. എന്നാൽ കാലവർഷ മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റ് കർഷകന്റെ പ്രതീക്ഷകൾ കവർന്നെടുത്തു. 300 ഏത്തവാഴകൾ പൂർണ്ണമായും ഒടിഞ്ഞു നശിച്ചു. വിത്ത് വയ്ക്കുന്നത് മുതൽ കണക്ക് കൂട്ടിയാൽ വാഴയൊന്നിന് 550 രൂപ വരെ മുതൽ മുടക്കാണ്. 500 രൂപ വെച്ച് കണക്ക് കൂട്ടിയാലും 1.5 ലക്ഷത്തിലധികം രൂപ നഷ്ടമുണ്ട്. കുലകൾ വളർന്നെങ്കിലും കറിക്കായുള്ള മൂപ്പ് പോലും എത്തിയിട്ടില്ലാത്തതിനാൽ 1 രൂപ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉള്ള കാറ്റത്ത് ശനിയാഴ്ച രാവിലെ ഞാൻ എന്നും രാവിലെ വാഴക്കകത്ത് വന്ന് നോക്കുന്നത്. ശനിയാഴ്ച വന്നപ്പോൾ മൊത്തം മറിഞ്ഞ് ഒടിഞ്ഞു കിടക്കുക. വള്ളി മുട്ടും കൊടുത്ത് വള്ളിയും വലിച്ചായിരുന്ന നല്ല ഒരു പൈസ മുടക്കുണ്ട്. ഒരു വാഴയ്ക്ക് 500 രൂപ മുകളിൽ മുടക്ക് വന്നിട്ടുണ്ട്. കർഷകരുടെ പ്രതീക്ഷകൾ കാലവർഷം കവർന്നെടുക്കുക മാത്രമല്ല, ലക്ഷങ്ങളുടെ കടബാധ്യതയിലേക്കും കർഷകരെ തള്ളിവിട്ടു. സർക്കാർ സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് മുമ്പോട്ട് പോകാനാകില്ല. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് 4 ദിവസം. വൈദ്യുതി വകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രോഗികളടക്കം ബുദ്ധിമുട്ടിലായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കട്ടപ്പന വെള്ളയാങ്കുടി മേഖലയിലാണ് ദിവസങ്ങളായി വൈദ്യുതി മുടങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ മരച്ചില ഒടിഞ്ഞു വീഴുകയും വൈദ്യുത തൂണുകൾ ഉൾപ്പെടെ തകരുകയും ചെയ്തിരുന്നു. ഇവ പുനഃസ്ഥാപിക്കണമെന്ന് നിരവധി തവണ വൈദ്യുതി വകുപ്പ് ജീവനക്കാരെ അറിയിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ ലൈൻ കമ്പിയുടെ പുറത്തൊരു മരം മുറിഞ്ഞ് വീണിട്ട് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി ഞാനും കൂടെ വന്ന് ഞങ്ങൾ വാളിനൊക്കെ അത് മുറിച്ച് എല്ലാം നേരെയാക്കി ഇട്ടേക്കും. അവർ പോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാതൊന്നും അറിയത്തില്ല. കറണ്ട് ബില്ലിന് യാതൊരു കുറവുമില്ല. 4 ദിവസം കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവന് ആ 4 ദിവസത്തിന് അവർ 6 ദിവസത്തേയും കൂടെ കൂട്ടിയാണ് കറണ്ട് ബില്ലടിച്ച് വരുന്നത്. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് കൊടുത്തേ പറ്റുള്ളൂ. ഇതുവരെ അത് വന്ന് നന്നാക്കി തരണം. ഈ വഴിയിലുള്ള വന്ന് മരവും അത് ഇതെല്ലാം വന്ന് വെട്ടാതെ കിടന്ന് ടച്ച് വെട്ടാതെ കിടന്നിട്ട് ഇങ്ങനെ മറഞ്ഞു പോകുന്നതാണ്. രോഗികളായവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. വൈദ്യുതി ഇല്ലാതായതോടെ കുടിവെള്ളമടക്കം മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം KCB ഓഫീസിൽ ജീവനക്കാർ കുറവാണെന്നാണ് ലഭിക്കുന്ന മറുപടിയെന്ന് വാർഡ് കൗൺസിലർ പറയുന്നു. മഴക്കാലത്ത് ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നും മേഖലയിൽ അടിയന്തരമായി വൈദ്യുതി എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. പണിയെടുക്കുന്ന KCBയിലെ ഇപ്പോഴുള്ള ആളുകൾ നമ്മൾ കുറ്റപ്പെടുന്നത്, പക്ഷേ ഇവരുടെ സ്റ്റാഫ് പാറ്റേൺ ഒരിക്കലും ശരിയല്ല. ഇത് വേനൽക്കാലത്ത് ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല, ടച്ച് വിട്ടിട്ടില്ല. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ലൈൻമാന്മാരും വർക്കർമാരും നിലവിൽ കട്ടപ്പന KCBയിൽ ഇപ്പോൾ അതിനുള്ള സ്റ്റാഫില്ല. കട്ടപ്പന ഗവൺമെൻറ് ITയിലെ ട്രെയിനികളായിട്ടുള്ള 5 പിള്ളേരെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ KCB ബോർഡിൻ്റെ സംവിധാനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ലൈൻമാന്മാരെല്ലാം ഓവർസിയർമാരായി ട്രാൻസ്ഫർ ആയിപ്പോയി.
നിലവിൽ ജീവനക്കാർ എണ്ണമില്ല. ഉള്ള ജീവനക്കാർ പണി ചെയ്യുന്നുണ്ട്, പക്ഷേ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം. കട്ടപ്പന പോലെ ഒരു നഗരപ്രദേശത്ത്, ടൗൺ പ്രദേശത്ത് 4 ദിവസമായി വെള്ളയാങ്കുടിക്ക് ഇപ്പുറത്തേക്ക് ഒരു പ്രദേശത്തും കറണ്ടില്ല. അപ്പോൾ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമം ഉണ്ടാകണം. ഈ പോസ്റ്റുകളെല്ലാം മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഏതായാലും ഒരു 2 ദിവസം കൊണ്ട് നോക്കും. അതിനുശേഷം KCBയിലേക്ക് ഇവിടുന്ന് ഞങ്ങൾ മാർച്ചുമായി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിലിപ്പോൾ സാഹചര്യം നിൽക്കുന്നത്. മഴക്കാലത്തിന് മുമ്പേ ടച്ച് വെട്ടടക്കമുള്ള നടപടികൾ മേഖലയിൽ വേണ്ടവിധം നടത്തിയിട്ടില്ല. ഇതാണ് മഴ ആരംഭിച്ചതോടെ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും വൈദ്യുതി ബന്ധം ഇല്ലാതാവാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വൈദ്യുതി വകുപ്പിലേക്ക് ബന്ധപ്പെട്ടിട്ടും കൃത്യമായി ഫോൺ ലഭിക്കുകയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നും ആരോപണങ്ങളുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഇരുട്ടിലായിരിക്കുന്നത്. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ പുറംലോകവുമായി ബന്ധപ്പെടാൻ പോലും ആവാത്ത സാഹചര്യമാണുള്ളത്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് ഉപരോധം നടത്തുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ചിന്നക്കനാലിൽ മാത്രമല്ല ജില്ലയുടെ പല ഭാഗത്തും വനംവകുപ്പിന്റെ കടന്നുകയറ്റം വ്യാപകമായി നടക്കുകയാണെന്ന് DCC മുൻ പ്രസിഡന്റ് റോയ് കെ പൗലോസ്. വനംവകുപ്പ് മന്ത്രി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണ് നടക്കുന്നതെന്നും റോയ് കെ പൗലോസ് കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും ചിന്നക്കനാൽ മാത്രമല്ല, ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കടന്നുകയറ്റങ്ങളും ജനദ്രോഹ നടപടികളും നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പലയിടത്തും ഉണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷെ ഇത് ഇടുക്കി ജില്ലയിലുള്ളിടത്തോളം മറ്റൊരു ജില്ലയിലും ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സമാന്തര സർക്കാരായി വനംവകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ചോദിക്കാനില്ല, പറയാനില്ല എന്നുള്ള മട്ടിൽ. അതിനൊരു മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനിങ്ങനെ ഒരു മന്ത്രി അവിടെ ഇരിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അദ്ദേഹം ഇതുവരെല്ലാം അറിയുന്നുണ്ടോ? ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിവാസമാണ് നടക്കുന്നത്. അവരുടെ തോന്നിവാസമാണ് നടക്കുന്നത്. രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത അഹങ്കാരവും ധിക്കാരവുമാണ് ഈ ജില്ലയിലെ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കുരിശ് പറിച്ചുകൊണ്ട് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുരിശ് പറിച്ചുകൊണ്ട് പോകും. ഏതാ കൈവശ ഭൂമിയിലിരിക്കുന്ന കുരിശാണ് പറിച്ചുകൊണ്ട് പോകുന്നത് എന്ന് വേണ്ട. ഇപ്പൊ സിമന്റ് പാലത്ത് ചിന്നക്കനാൽ പഞ്ചായത്തിൽ ബോർഡ് കൊണ്ടുവന്ന് വെച്ചു. അവിടെ എത്രയോ കാലമായിട്ട് അത് റവന്യൂവിന്റെ കയ്യിലിരിക്കുന്ന ഭൂമിയാണ്. ഈ കാര്യത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചിന്നക്കനാൽ വില്ലേജിൽ എൻ്റെ അറിവിൽ അവിടെ വനം വകുപ്പിന് 1 ഇഞ്ച് പോലും ഭൂമിയില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോറസ്റ്റ് ഇല്ല അവിടെ. അപ്പോൾ ഫോറസ്റ്റ് ഇല്ലാത്തടത്ത് എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ബോർഡ് വെക്കുന്നത്? ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ രേഖ ഹാജരാക്കാനാണോ ആവശ്യപ്പെടേണ്ടത്? അങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് 1 സെന്റ് ഭൂമി പോലും ഇല്ല എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ വനംവകുപ്പിനോട് എന്തിനാണ് നിങ്ങൾ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത്? അപ്പൊ ഇവരുടെ എല്ലാം ഭാഗത്തുനിന്ന് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണോ ഈ ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങൾക്കെതിരായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വലിയ സംശയം ഉണ്ടാകത്തക്ക നിലയിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. പാലത്തിന്റെ പല ഭാഗത്തും മണ്ണൊലിച്ചു പോയി കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനർപരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിന് മുമ്പ് തകർച്ചയുടെ വക്കിലായിരുന്നു കുഴൽപ്പാലം. ഇത് നവീകരിക്കുന്നതിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ തനിമയും പഴമയും നശിപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ആരോപണം. നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്തിരുന്നു. മഴ ശക്തമായ സാഹചര്യത്തിൽ ഇവിടെ മണ്ണൊലിപ്പ് രൂക്ഷമായിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ വെള്ളാങ്കണ്ടം കുഴൽപ്പാലത്ത് ഇപ്പം മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് അതിൻ്റെ നിർമ്മാണത്തിൽ മണ്ണ് തന്നെ ഇട്ടുള്ളൊരു പാലം എന്നുള്ളതാണ്. ആ മണ്ണ് ഇട്ടെന്നുള്ളത് ശരിയാണ്. പുതിയ മണ്ണ് കൊണ്ട് കുറേ അവിടെ കൊണ്ട് തള്ളിയിട്ടിട്ടുണ്ട് 2 സൈഡിലായിട്ട്. അതിൻ്റെ പുറത്ത് ഒരു ഓട്ടോമാറ്റിക് എന്ന രീതിയിൽ റിവേഴ്സും അതുപോലെ തന്നെ കോൺക്രീറ്റും ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു പാലമാണ് ഇപ്പോൾ നിലവിൽ ഈ റോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ റോഡ് മൊത്തത്തിൽ ഒലിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എടുത്തിട്ട മണ്ണാണ്. അതിൻ്റെ പുറത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ ഡിവൈഡറും അതുപോലെ കോൺക്രീറ്റും ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് വലിയ ദുരന്തത്തിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികാരികൾ അതിൻ്റെ ശാസ്ത്രീയത പരിശോധിച്ചുകൊണ്ട് അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലേ വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുന്ന ഒരു മൺപാലമാണ്, ഒരു അപകട മൺപാലമാണ്. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ കുഴൽപ്പാലം തകർച്ചയിലേക്ക് നീങ്ങുമെന്നാണ് നാട്ടുകാരുടെ പരാതി. കേരളത്തിന്റെ കായിക രംഗത്തിന് കരുത്താകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം അവഗണനയ്ക്ക് നടുവിൽ. കായിക താരങ്ങൾക്ക് മികച്ച നിലവാരത്തിലുള്ള പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. പിന്നീട് സ്റ്റേഡിയത്തിന്റെ നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രഖ്യാപനങ്ങളൊന്നും ഫലം കണ്ടില്ല.
ഇന്ന് തെരുവ് നായ്ക്കളും കന്നുകാലികളും വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു ഈ സ്റ്റേഡിയം. പഴയ മൂന്നാറിൽ ദേശീയപാത 85-നരികിലാണ് കേരളത്തിന്റെ കായിക രംഗത്തിന് കരുത്താകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉള്ളത്. മൂന്നാറിന്റെ തണുത്ത അന്തരീക്ഷത്തിലും ഉയർന്ന ഭൂപ്രകൃതിയിലും കായിക താരങ്ങൾക്ക് മെച്ചപ്പെട്ട പരിശീലനം ലഭ്യമാക്കി മികച്ച താരങ്ങളെ വാർത്തെടുക്കുവാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ വലിയ ലക്ഷ്യത്തോടെ നിർമ്മിച്ച സ്റ്റേഡിയം ഇപ്പോഴും അവഗണനയ്ക്ക് നടുവിലാണ്. പരിമിതികൾ കണക്കിലെടുക്കാത്തതിനാൽ തദ്ദേശീയരായ ആളുകൾ കായിക വിനോദത്തിനും വ്യായാമത്തിനും കായിക പരിശീലനത്തിനും സ്റ്റേഡിയം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റേഡിയം ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്ന ഒറ്റ ഉത്തരമേ എല്ലാവർക്കുമുള്ളൂ. പച്ച വിരിച്ചു കിടക്കുന്ന പുൽമൈതാനം എന്നതിനപ്പുറം ഒരു സ്റ്റേഡിയത്തിന് വേണ്ടതായ നിർമ്മിതികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇടുക്കിയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പോർട്സ് ട്രെയിനിങ് സെൻറ്റർ. ഇത് വന്നിട്ട് 17 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് 2018 കായിക വകുപ്പ് മന്ത്രി മൂന്നാർ സന്ദർശിക്കുകയും സ്റ്റേഡിയം സന്ദർശിക്കുകയും അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഉറപ്പിക്കുവാനായിട്ട് 300 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു പദ്ധതി നടക്കാതായപ്പം 25 കോടി രൂപ ഇവിടുത്തെ പ്രാദേശിക MLA അനുവദിക്കുകയും ചെയ്തു. എന്നിട്ടും ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. യാതൊരു വിധത്തിലുള്ള ഇവിടുത്തെ മൂന്നാറിലെ ചെറുപ്പക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ സ്റ്റേഡിയം വികസനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എത്രയും വേഗം സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് മൂന്നാറിലെ ജനങ്ങൾക്കും കുട്ടികൾക്കും വരുന്ന തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇത് പ്രയോജനകരമായി തീർക്കണമെന്ന് മൂന്നാറിൻ്റെ ആവശ്യം. മഴക്കാലമായാൽ വെള്ളക്കെട്ട് നിറയും. തെരുവ് നായ്ക്കളും കന്നുകാലികളുമൊക്കെ വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു പേരിൽ മാത്രം പെരുമയുള്ള ഈ സ്റ്റേഡിയം. സ്റ്റേഡിയത്തോടുള്ള അവഗണനയിൽ തദ്ദേശീയരായ കായിക താരങ്ങൾക്കിടയിലും പ്രദേശവാസികൾക്കിടയിലും പ്രതിഷേധം ശക്തമാണെന്നും നാട്ടുകാർ പറഞ്ഞു. അപ്പം ഇവിടെ മഴയൊക്കെ ആകുമ്പം ഇച്ചിരി വെള്ളമൊക്കെ ആയി തിങ്ങി കളിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ പരിമിതികളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സാധിച്ചു തരുമായിരുന്നു നല്ലതായിരുന്നു. പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിനുമുള്ള സാഹചര്യമൊക്കെ ഒരുക്കി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ നല്ല ഓക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ക്രിക്കറ്റേഴ്സിന് ഈ ഗ്രൗണ്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അത് കേട്ട് നല്ല വിഷമമുണ്ട്. ഞങ്ങളിവിടുത്തെ പിള്ളേർക്ക് കളിക്കാൻ നല്ല ഗ്രൗണ്ടൊക്കെ ഇതാണ്. ക്യാമ്പൊക്കെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ക്രിക്കറ്റേഴ്സിനെ കൊടുത്താൽ ഫുട്ബോളിന് ഒരു പ്രാധാന്യം ഇല്ലാത്ത പോലെയാവും മൂന്നാറിൻ്റെ. സ്റ്റേഡിയത്തെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഇടയ്ക്കിടെ വന്നുപോയിക്കൊണ്ടേയിരിക്കും. സ്റ്റേഡിയത്തിനായി നടത്തുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികളും നടത്തിയ പദ്ധതികളും യഥാർത്ഥത്തിൽ ഫലം കണ്ടിട്ടില്ല. ഏക്കറുകളോളം ചുറ്റളവിൽ പരന്നുകിടക്കുന്ന സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്നും മത്സരങ്ങൾക്ക് വേദിയാക്കുമെന്നുമൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. പക്ഷേ ഒന്നും എവിടെയും എത്തിയില്ല. സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ സ്റ്റേഡിയം, ഫുട്ബോൾ മൈതാനം, സ്പോർട്സ് മെഡിസിൻ ആൻഡ് റിസർച്ച് സെന്റർ, അങ്ങനെ പോകുന്നു മുമ്പുണ്ടായ പ്രഖ്യാപനങ്ങൾ. മൂന്നാറിന്റെ മാത്രമല്ല കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്താകാൻ കഴിയുന്നൊരു പദ്ധതിയാണ് നാഥനില്ല കളരി പോലെ മൂന്നാറിൽ ഇങ്ങനെ കിടക്കുന്നത്. കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം ആരംഭിച്ച നശാമുക്ത ഭാരത് അഭിയാൻ എന്ന ദേശീയ ലഹരി വിമുക്തി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എൻ്റെ കേരളം ലഹരി മുക്ത കേരളം ക്യാമ്പയിൻ വ്യാഴാഴ്ച അടിമാലിയിൽ നടക്കും. അടിമാലിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ലഹരിമുക്ത പ്രചരണ വാഹനം എത്തും. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം ആരംഭിച്ച നശാമുക്ത ഭാരത് അഭിയാൻ എന്ന ദേശീയ ലഹരി വിമുക്തി പ്രചരണ പരിപാടിയുടെ ഭാഗമായി പ്രജാപിത ബ്രഹ്മകുമാരീസിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള ലഹരിമുക്ത പരിപാടിയുടെ ഉദ്ഘാടനം ദിവസങ്ങൾക്ക് മുമ്പ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് എൻ്റെ കേരളം ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ വ്യാഴാഴ്ച അടിമാലിയിൽ നടക്കുന്നത്. ലഹരിയോട് നോ പറയാം, എൻ്റെ കേരളം ലഹരിമുക്ത കേരളം എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ മുമ്പോട്ട് പോകുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി അടിമാലിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ലഹരിമുക്ത പ്രചരണ വാഹനം എത്തും. രാവിലെ 8:30 അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ നിന്നും അടിമാലി മേഖലയിലെ ക്യാമ്പയിന് തുടക്കം കുറിക്കും. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോകത്തിൻ്റെ അവസ്ഥ തന്നെ ഭയാനകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് യുവജനങ്ങളാണ്. അപ്പോൾ യുവാക്കളുടെ ഓരോ ദിവസത്തെ ജീവിതചര്യയിലും വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ട് മദ്യപാനവും മയക്കുമരുന്നും മാത്രമല്ല
മൊബൈൽ ഫോണിൻ്റെ അമിതമായ ദുരുപയോഗവും മറ്റു തരത്തിലുള്ളതായ ഭക്ഷണ രീതിയിലുള്ളതായ അമിതമായിട്ടുള്ള അഡിക്ഷൻ, ഇതെല്ലാം തന്നെ ഇന്നത്തെ നമ്മുടെ യുവതലമുറയെ ബാധിച്ചിരിക്കുന്ന വളരെയധികം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ആത്മീയമായിട്ടുള്ളതായ ഒരു ചിന്തയും കൂടി അവരുടെ ഉള്ളിലേക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. പോലീസ് സ്റ്റേഷൻ പരിസരം, പഞ്ചായത്ത് ഓഫീസ്, എക്സൈസ് ഓഫീസ് പരിസരമടക്കം വിവിധയിടങ്ങളിലൂടെ ലഹരിമുക്ത പ്രചരണ വാഹനം ക്യാമ്പയിന്റെ ഭാഗമായി എത്തുമെന്നും പൊതുജന പങ്കാളിത്തം ക്യാമ്പയിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതായും കോർഡിനേറ്റർ BK ശാന്തകുമാരി, PS വേണുഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡോണിന് കരൾ പകുത്തു നൽകാൻ അമ്മ തയ്യാറാണ്. ഇനി കണ്ടെത്തേണ്ടത് ചികിത്സാ ചെലവിനായുള്ള ഭീമമായ തുകയാണ്. ഗുരുതര കരൾ രോഗബാധിതനായ നെടുങ്കണ്ടം പച്ചടി സ്വദേശി 2ാം ക്ലാസ്സുകാരൻ അഡോണിന്റെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിന് കുടുംബം സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. നെടുങ്കണ്ടം പച്ചടി സ്വദേശികളായ ഇലവുംകുന്നിൽ സിനോയിയുടെയും അനുമോളുടെയും മകൻ അഡോണാണ് അപൂർവമായ ഗുരുതര കരൾ രോഗബാധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കരൾമാറ്റ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാകും. കരൾ പകുത്തു നൽകാൻ അമ്മ അനുമോൾ തയ്യാറാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 25 ലക്ഷത്തോളം രൂപ വേണം. എന്നാൽ കുടുംബത്തിന് ഈ തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് ആവശ്യമായ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും ആ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഈ ചികിത്സാ സഹായ സമിതിയുടെ ചെയർപേഴ്സണായിട്ടുള്ള നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണി തോമസ്, കൺവീനറായിട്ടുള്ള നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 20ാം വാർഡ് മെമ്പർ ലിനിമോൾ ജോസ്, കുട്ടിയുടെ പിതാവ് എന്നിവരുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്ത് ചികിത്സാ സഹായത്തിനുള്ള കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ നെടുങ്കണ്ടം പ്രദേശത്തെ ആളുകൾ മുൻപും ഇതേപോലുള്ള ഘട്ടങ്ങളിൽ ചികിത്സാ സഹായവുമായി വരുമ്പോൾ കൈമീ മറന്ന് സഹായിക്കുകയും അങ്ങനെ നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം 7 വയസ്സ് മാത്രമുള്ള ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നെടുങ്കണ്ടത്തെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും തയ്യാറാകണമെന്നും അഡോണിന്റെ പിതാവ് സിനോയിയുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകണമെന്ന ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. സുമനസ്സുകളുടെ സഹായത്തോടെ അഡോണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താം എന്ന വിശ്വാസത്തിലാണ് നാട്. അയ്യപ്പൻകോവിൽ വേളാങ്കണ്ണി ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി പോസ്റ്റ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വൈദ്യുതി പോസ്റ്റിലും ഇലക്ട്രിക് ലൈനിലും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട വേളാങ്കണ്ണി ആശുപത്രിക്ക് സമീപമാണ് അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റുകൾ ലൈനുകൾ നിൽക്കുന്നത്. 3 ഫേസ് ലൈനുകൾ ഉൾപ്പെടെയുള്ള മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നതിനാൽ ഇതുവഴി കടന്നുപോകുന്ന പൊതുജനങ്ങൾക്ക് വൈദ്യുതാഘാതമേക്കാൻ സാധ്യതയേറെയാണ്. സ്കൂൾ തുറക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ പലതവണ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത്ര അപകട ഭീഷണിയായിട്ട് നിന്നിട്ട് KSEBിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ KSEBിയുടെ അനാവസ്ഥ എന്താണെന്ന് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാവുന്ന കാര്യവും. സ്കൂൾ തുറക്കാനിരിക്കുക പിള്ളേർ എത്ര നിരവധി പിള്ളേരാണ് പോകുന്നത്. അപ്പോൾ മരുന്നെങ്ങാനും തൊടുവ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ദോഷം KSEBിക്ക് അറിയാമല്ലോ. ഇതൊക്കെ കണ്ടിന്യൂസ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് എത്ര ദോഷമുണ്ടെന്ന് KSEB ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ പല മേഖലകളിലും അപകടകരമായ രീതിയിൽ ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും കടന്നു പോകുന്നുണ്ട്. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് എല്ലാ വർഷവും വൈദ്യുതി ലൈനിലേക്ക് നിൽക്കുന്ന മരങ്ങളും കാടുപടലങ്ങളും KSEB ജീവനക്കാർ നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതുവരെ വന്ന് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. 3-4 ദിവസത്തിനുള്ളിൽ സ്കൂൾ തുറക്കും. അപ്പോൾ നിരവധി സ്കൂൾ കുട്ടികൾ അതുവഴി കടന്നു പോകുന്നതാണ്. വളരെയധികം അപകട ഭീഷണി നിലനിൽക്കുന്നത്. മഴ കൂടെ പെയ്യുന്നതുകൊണ്ട് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് KSEB അധികൃതർ വരാനോ നോക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. പല ഏരിയയിലും ഇതുപോലെ കമ്പുകൾ മുറിച്ച് നീക്കാനുണ്ട്. എന്നാൽ ഇതാണ് വളരെ അപകടകരമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണിത്.
മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ KECയുടെ അനാസ്ഥ അവസാനിപ്പിച്ച ഇത്തരത്തിലുള്ള അപകട സാധ്യത നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇരട്ടിയാർ ശാന്തിഗ്രാമിന്റെ വികസന നായകനായിരുന്ന അന്തരിച്ച സ്കറിയ തോമസ് പുളിക്കയിലിന്റെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി സ്കറിയ തോമസ് പുളിക്കയിലിന്റെ പേരിലുള്ള റോഡ് നാമകരണവും നടന്നു. കുടിയേറ്റ കർഷകനായ അദ്ദേഹം ആദ്യകാല കേരള കോൺഗ്രസ് എം നേതാവായിരുന്നു. അദ്ദേഹം സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചത്. ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായിരുന്ന അദ്ദേഹം യാതൊരു പ്രതിഫലവും ഇല്ലാതെ 25 വർഷം പദവി വഹിച്ചു. നിലവിലുള്ള ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് സ്കൂൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇരട്ടിയാർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സ്ഥലം നൽകിയതും അദ്ദേഹമായിരുന്നു. കൂടാതെ ശാന്തിഗ്രാം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്കും സെമിത്തേരിക്കും സൗജന്യമായി സ്ഥലം നൽകി. ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം ശാന്തിഗ്രാം നിവാസികളോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വേദിയായി ഇന്ന് ഇത് മാറിയിട്ടുണ്ട്. ശാന്തിഗ്രാമിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പുളിക്കൽ കറിയാച്ചേട്ടൻ. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് ത്രസ്യാമ സ്കറിയ പുളിക്കയിൽ സ്മാരക സ്കോളർഷിപ്പും വിതരണം ചെയ്തു. ദേശീയ സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗണിന്റെയും വൊസാഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാനസികാരോഗ്യ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കൃത്യമായി ചികിത്സ തേടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും സമ്പൂർണ്ണ മാനസികാരോഗ്യമുള്ള ജനതയെ പഞ്ചായത്ത് തലത്തിൽ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. DMHB നോഡൽ ഓഫീസർ ഡോക്ടർ ആതിര ചന്ദ്രൻ, LLC കോർഡിനേറ്റർ ചാക്കോച്ചൻ അമ്പാട്ട് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. വൊസാഡ് പ്രോജക്ട് കോർഡിനേറ്റർ മെർലിൻ ടോമി, ജനപ്രതിനിധികളായ തങ്കമണി സുരേന്ദ്രൻ, ബിന്ദു മധുക്കുട്ടൻ, രമാ മനോഹരൻ, സന്ധ്യ ജയൻ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് എസ് മണി, ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ, അനീഷ് ജോസഫ്, വൊസാഡ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി എന്നിവർ സംസാരിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെയും ഇരട്ടിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെയും ഇരട്ടിയാർ ചെമ്പകപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ അന്ധതാ നിവാരണ ടീമിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ഒരു ദിവസം നീണ്ടുനിന്ന ക്യാമ്പാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലൊരു പ്രതികൂല സാഹചര്യങ്ങളിലും ഏകദേശം 100ഓളം ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. കൃത്യമായി അവരുടെ പരിശോധന നടത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ജില്ലാ ആശുപത്രിയിലോട്ട് പൈനാവ് ജില്ലാ ആശുപത്രിയിലോട്ട് റഫർ ചെയ്യുകയാണ്. ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നേത്രചികിത്സാ വിഭാഗം ഡോക്ടർ മീര മാത്യു രോഗികളെ പരിശോധിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻസി മാത്യു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് SP, ആശാവർക്കർമാരായ ഷേർ തോമസ്, ഓമന സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരട്ടിയാർ സ്വാശ്രയ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടിയാർ ശാന്തിഗ്രാം SKS ഹാളിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത്. സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് സന്തോഷ് രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും പല കർഷകരും നമുക്കറിയാം, ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇരട്ടിയാറിനെ സംബന്ധിച്ച് കുടിയേറ്റ കർഷകരാണ്. കുടിയേറ്റ കർഷകർ ഇവിടെ കുടിയേറി പാർത്തപ്പം മുതൽ അന്നു മുതൽ അനുഭവിക്കുന്ന പല വിഷയങ്ങളുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ കാർഷിക മേഖലയിലുള്ള ഓരോ കാലാവസ്ഥ മാറി വരുന്ന സാഹചര്യം, വേനൽ അല്ലെങ്കിൽ അതിനുശേഷം മഴയാണെങ്കിൽ ഇപ്പോൾ തന്നെ മഴക്കാലം വളരെ കൂടിയ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല കർഷകർക്കും കൃഷിയിടങ്ങളൊക്കെ നശിക്കുന്നൊരു സമീപനം ഉണ്ടാകും. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് കൃത്യമായി അവരുണ്ടാക്കുന്ന പച്ചക്കറികളും അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളെല്ലാം നമുക്ക് വിറ്റഴിക്കാനും അതിന് കൃത്യമായ ഒരു താങ്ങുവില ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള വിപണികൾ പ്രവർത്തിക്കുന്നത്.
ഡെപ്യൂട്ടി മാനേജർ ജോമോൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് മികച്ച കർഷകരെ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദനവും ഒരുക്കിയിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട ബോണസ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കർഷക സമിതി വൈസ് പ്രസിഡന്റ് ഷാജി ജോസഫ്, അമ്പഴത്തിനാമറ്റം അസിസ്റ്റന്റ് മാനേജർ ആശ ജോൺ, VD ഉത്തമൻ, വാലുമേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷിറ്റ സ്കൂൾ ഓഫ് കരാട്ടയുടെ എഴുകുമ്പൽ ടീമിന്റെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നു. ടെക്നിക്കൽ ഡയറക്ടർ ജേക്കബ് ദേവകുമാർ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും അനുമോദന യോഗവും ഉദ്ഘാടനം ചെയ്തു. ബ്ലാക്ക് ബെൽറ്റ് ലഭിക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കരാട്ടെ എന്ന അഭ്യാസമുറ പഠിക്കുവാൻ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകാതെ മനസ്സ് ഏകാഗ്രമാക്കുവാനും ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അതെല്ലാം നേരിട്ട് മുന്നോട്ടു പോകുവാനും കരാട്ടെ പഠനം കൊണ്ട് സാധിക്കുമെന്നും ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ടെക്നിക്കൽ ഡയറക്ടർ ജേക്കബ് ദേവകുമാർ പറഞ്ഞു. To witness their wards get their black belts, but they should not think that your son or a daughter have achieved a grade. Of course, they have achieved a grade of black belt, but here only the training of or the real training of black belt starts. You all be thinking that your son or a daughter might be practicing for 2 or 3 years, maybe 4 years also. But after getting the black belt, you see, you are satisfied that they have come to one standard. But it is totally wrong. In karate, we say karate do, that is, karate is way of life. So the starting is the black belt. കരാട്ടെ പഠനത്തോടൊപ്പം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ അനുമോദിച്ചു. ചീഫ് ഇൻസ്ട്രക്ടർ മാത്യു ജോസഫ് അധ്യക്ഷനായിരുന്നു. പുഷ്പഗിരി ഡീപോൾ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ മാനേജർ ഡോക്ടർ ജോസ് ഐക്കര മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് VD എബ്രഹാം വിശിഷ്ട അതിഥിയായി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിഹാൻ സുരേഷ്, സെൻസായിമാരായ PS ശ്രീഹരി, സുഭാഷ് S, അഖിൽ വിജയൻ, സച്ചിൻ ടോം തുടങ്ങിയവർ സംസാരിച്ചു. അച്ചു ദേവസ്യ, വൈഷ്ണവ്, ബിപിൻ ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ഭരതകലാലയത്തിന്റെ 11ാമത് വാർഷികവും നൃത്ത അരങ്ങേറ്റവും നടന്നു. ചലച്ചിത്ര താരം വിനോദ് കോവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട MGM ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ സിനിമാ സീരിയൽ താരം വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. 2018 പ്രളയം വന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ എഴുതിയ ഒരു കവിതയുണ്ട്. ഈ കവിത ഞാൻ പാടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 35 വയസ്സിന് മേലെ പ്രായമുള്ള ആളുകളൊക്കെ അവരുടെ പഴയ കാലം ഒന്ന് ഓർത്തുന്നു. പണ്ട് നാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളിവരുമാർന്നേ, കിളികൾ പാട്ടുണ്ടാർന്നേ. പരിപാടിയിൽ സിനി ആർട്ടിസ്റ്റ് അജയൻ മാടക്കൽ, സംഗീത സംവിധായകനും ഗായകനുമായ ഡൊണാൾഡ് മാത്യു, ജയരാജ് കട്ടപ്പന, സുഭാഷ് വാസുദേവൻ, ലത സുഭാഷ്, ബിനോയ് മഠത്തിൽ, റോയ് തോമസ്, ബിനോ കട്ടപ്പന, ആനി ചുബരാജ്, ബെറ്റി VS, നീതുദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദുരിതപ്പെയ്ത്തിനൊപ്പം ഇടുക്കിയിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി മൺസൂൺ. തോരാതെ പെയ്യുന്ന മഴയിൽ വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം. പ്രതികൂല കാലാവസ്ഥയിലും ഇടുക്കിയുടെ അതിരപ്പള്ളിയെ കാണുവാനും ചിത്രങ്ങൾ പകർത്തുവാനും നിരവധി ആളുകളാണ് എത്തുന്നത്. എല്ലാ വർഷകാലത്തും പുനർജനിക്കുകയും പിന്നീട് വിസ്മൃതിയിലേക്ക് മറയുകയും ചെയ്യുന്ന ജലപാതമാണ് കുത്തുങ്കൽ. കാഴ്ചയുടെ ദൃശ്യവിരുന്നിനൊപ്പം ഭീതിയുടെ കുത്തൊഴുക്കും കൂടി ഇടകലർന്നതാണ് ഈ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാനായിട്ട് വന്നതാണ്. വളരെ കണ്ണുകൾക്ക് കുളിർമ വരുന്ന കാഴ്ചയാണ് ഇവിടെ. എല്ലാ ടൂറിസ്റ്റുകളും ഇപ്പോൾ മൂന്നാർ
ഈ സൈഡിലോട്ട് ഇടുക്കി സൈഡിലോട്ട് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇത് വന്ന് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അതുപോലെ തന്നെ വർഷകാലത്ത് മാത്രമാണ് ഇവിടെ വെള്ളമുള്ളതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞതെന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും വളരെ കണ്ണിന് കുളിമയേറുന്ന ഒരു കാഴ്ചയായിരിക്കണം. എല്ലാവരും വർഷകാലത്ത് ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് പറയാനുള്ളൂ. ഒത്തിരി അധികം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടി അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് നീരൊഴുക്ക് പുനർജനിക്കാൻ മഴക്കാലം എത്താൻ കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായത്. പന്നിയാർപ്പുഴയിൽ പൂപ്പുസുറ്റിക്ക് സമീപമുള്ള അണക്കെട്ട് വർഷകാലത്ത് കവിഞ്ഞൊഴുകുന്നതോടെയാണ് വെള്ളച്ചാട്ടം വീണ്ടും സജീവമാകുന്നത്. കണ്ടും കേട്ടും വൈറലായ വെള്ളച്ചാട്ടം കാണുവാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഞങ്ങള് വന്നേക്കുന്നത് കുത്തുകുഴി വെള്ളച്ചാട്ടത്തിലാണ്. ഇത് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്നാണ്. വളരെ അൺഎക്സ്പെക്ടഡായിട്ട് ഇത്രയും നല്ലൊരു വീഡിയോ കിട്ടുമെന്ന് ഞങ്ങൾ ഇന്നേ വരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങള് മൂവാറ്റിയെന്ന് വരുന്നതാണ്. കൂടുതലൊന്നും പറയാനില്ല, മനോഹരമായിട്ടുണ്ടല്ല. ജില്ലയിൽ ഏറ്റവും വലിയ ടൂറിസം സാധ്യതയുള്ള പ്രദേശമായിരുന്നു കുത്തുങ്കൽ. എന്നാൽ അണക്കെട്ട് നിർമ്മിച്ചതോടെ പന്നിയാർപ്പുഴയിൽ നീരൊഴുക്ക് നിലച്ചു. കുത്തുങ്കൽ എന്ന കുടിയേറ്റ നാടിന്റെ വിനോദസഞ്ചാര വികസനവും ഇതോടെ വറ്റി വരണ്ടു. കാലവർഷം എത്തുമ്പോൾ മാത്രമാണ് കുത്തുങ്കലിനെ തേടി സഞ്ചാരികൾ എത്തുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ച നിരവധി ആളുകളാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ എത്തുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലേല വിവരം. ആകലോട്ട് 138, വിൽപ്പനയ്ക്ക് വന്നത് 27,387, വിൽപ്പന നടന്നത് 27,387. കൂടിയ വില 2,684, ശരാശരി വില 2,349. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,748, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കഴിഞ്ഞ 5 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വണ്ടൻമേടിന് സമീപം ഏലത്തോട്ടത്തിൽ ജോലിക്കിടെ മരക്കൊമ്പൊടിഞ്ഞു വീണ് തൊഴിലാളി സ്ത്രീ മരിച്ചു. കട്ടപ്പന പവിത്ര ഗോൾഡ് പാർട്ട്ണർ സ്ഥാപനത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങി മരിച്ചത് സണ്ണി ഫ്രാൻസിസ് പുളിക്കൽ. അപകടം ലിഫ്റ്റിന്റെ പരിശോധന നടത്തുന്നതിനിടെ. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലായത് കൈനോട്ടക്കാരനായ ശശികുമാർ. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. വണ്ടിപ്പെരിയാർ തങ്കമല പുതുവലിൽ കാട്ടാന ആക്രമണത്തിൽ ഏക്കർ കണക്കിന് ഏലം കൃഷിയും 1 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സോളാർ ഫെൻസിംഗും തകർന്നു. ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കാട്ടാന എത്തിയതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. കാട്ടാനാക്രമണത്തിൽ പൊറുതിമുട്ടി ഉപ്പുതറ കാക്കത്തോട് നിവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.